എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും കെ സ്മാർട്ടിന്റെ പിന്നാലെയാണ് അല്ലെ. അപ്പോ എങ്ങനെയാണ് കെ സ്മാർട്ടിൽ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക്, കാരണം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കെ സ്മാർട്ടിൽ ലോഗിൻ വേണമെന്നാണ്, എന്നാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് അറിയുവാനും അതുപോലെ തന്നെ നമുക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലൊന്നും കയറി ഇറങ്ങാതെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തെടുക്കുവാനും കഴിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരു സിറ്റിസൺ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വളരെ എളുപ്പത്തിൽ ഞാനൊരു സിറ്റിസൺ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആർക്കും എങ്ങനെ വേണമെങ്കിലും അതിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. അന്ന് നമ്മൾ ആരുടെ ഒരു ഹെൽപ്പിന്റെ ആവശ്യമില്ലാതെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പാകത്തിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയ രീതിയിൽ എങ്ങനെയാണ് ഒരാൾക്ക് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നത് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ ഗൂഗിളിൽ കെ സ്മാർട്ട് എടുക്കുക, ടൈപ്പ് ചെയ്യുക. കെ സ്മാർട്ട് ആപ്പ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ലോഗിൻ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, രജിസ്ട്രേഷനാണ്. അപ്പോൾ കെ സ്മാർട്ട് രജിസ്റ്ററാണ് എടുക്കേണ്ടത്. രജിസ്റ്ററിൽ സിവിൽ രജിസ്ട്രേഷൻ ശേഷം അതിലേക്ക് ഒരു ഇൻ്റർഫേസ് വരും. ടിക്ക് ഓൺ ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിലേക്കാണ് OTP വരിക. ഇപ്പോൾ നമ്മൾ പഴയതുപോലെ പഴയ സോഫ്റ്റ്വെയർസ് പോലെ നമുക്ക് ID പാസ്വേഡ് സിസ്റ്റം അല്ല. നമ്മളുടെ ആധാർ നമ്മളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആധാർ കൊടുക്കുന്ന സമയത്ത് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ വേണം നമ്മളുടെ കയ്യിൽ. അതിലേക്കാണ് നമുക്ക് OTP വരിക. അങ്ങനെ നമ്മൾ OTP സക്സസ്ഫുൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ആ OTP നമ്മളിവിടെ OTP സിസ്റ്റത്തിലാണ് ഇനി എല്ലാ കാര്യങ്ങളും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളറിയാതെ നമ്മളുടെ ലോഗിൻ ഒരിക്കലും ചലിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പോൾ പാസ്വേഡ് സിസ്റ്റം അല്ല, OTP സിസ്റ്റമാണ്. OTP അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മളെ പേര് വരും, ആധാറിൽ കൊടുത്തിട്ടുള്ള അതേ സെയിം പേര് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. ഇപ്പോൾ രജിസ്റ്ററായി. ഇനി അതിനുശേഷം ഒരു ഇൻ്റർഫേസ് കൂടെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ നമുക്ക് എപ്പോഴും ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് മൊബൈൽ നമ്പറാണോ കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ ഏത് മൊബൈൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇത് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ വേണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മൾക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ നമ്പറാണ്, അത് കൊടുക്കുന്നു. അതിനുശേഷം അതിലേക്ക് OTP വരുന്നു. OTP വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറിയൊരു ടൈം എടുക്കും ചില സമയങ്ങളിൽ. OTP നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. OTP അടിച്ചു കൊടുക്കുന്നു. ഇനി നമ്മളോട് ചോദിക്കുന്നത് വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വാട്സപ്പ് നമ്പർ ഏതാണോ അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്, മെയിൽ ID കൊടുക്കുക. മെയിൽ ID കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യുന്നു. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇൻ്റർഫേസ് വരും. നമ്മളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മളുടെ ആധാറിലെ ഫോട്ടോ ആയിരിക്കും അവിടെ വരിക, അതിലെ പേരും ഡീറ്റെയിൽസും. എന്തായാലും നമുക്ക് ആ ഫോട്ടോ മാറ്റണമെങ്കിൽ മാറ്റാം. അതിനൊക്കെ അപ്ഡേഷൻ കൊടുക്കാം കേട്ടോ. പ്രൊഫൈൽ ചേഞ്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ലോഗിൻ ഇപ്പോൾ എനിക്ക് കെ സ്മാർട്ടിൽ നമുക്ക് ലൈസൻസ് ലോഗിൻ ഉണ്ട്. പക്ഷേ സിറ്റിസൺ ലോഗിൻ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നതെന്ന് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുകയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ട്. പിന്നെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും നമ്മൾ ആധാറിൽ അതേ സെയിം ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. മൊബൈൽ നമ്പർ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് മാറ്റണമെങ്കിൽ മാറ്റാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ മുകളിൽ കുറേ ബാർസ് കാണാം.
അത് മൈ ആപ്ലിക്കേഷൻസ്, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ആപ്ലിക്കേഷൻസും ഇല്ല, അപ്പോൾ ഒന്നും കാണാൻ കഴിയില്ല. മൈ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ന്യൂ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, മൈ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മളുടെ ബിൽഡിംഗ് ലിങ്ക് ചെയ്യാം, നമുക്ക് നമ്മളുടെ ഇത് ചെക്ക് ചെയ്യാം, നമ്മളുടെ ബിൽഡിങ്സിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ഇതിൽ കാണാൻ കഴിയും. പിന്നെ നമ്മൾ ന്യൂ ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ സിവിൽ രജിസ്ട്രേഷൻസ് എല്ലാം കാണാൻ കഴിയും. പ്രോപ്പർട്ടി ടാക്സ്, ബിൽഡിംഗ് പെർമിഷൻസ്, പബ്ലിക് സർവീസ് ആൻഡ് പബ്ലിക് ഗ്രൈവൻസ് ആൻഡ് കംപ്ലൈൻസ്, ലൈസൻസ് സർവീസ്, ബിൽഡിംഗ് സെസ്, അതേഴ്സ്, ഇതെല്ലാം നമുക്കിതിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ അനധികൃതമാണോ അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ വീടിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബിൽഡിംഗ് ഡീറ്റെയിൽസ്, അതിൽ ലിങ്ക് ബിൽഡിംഗ് എന്ന് എടുത്തു കഴിഞ്ഞാൽ, ബിൽഡിംഗ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത്, താവന്നൂർ, അതേപോലെ ഇപ്പോൾ എൻ്റേത് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോർ നമ്പർ കൊടുത്തു. പക്ഷേ അതിൽ കറക്റ്റായിട്ട് സെർച്ച് കൊടുത്തപ്പോൾ വന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു ഇപ്പോൾ ഡോർ നമ്പറിൻ്റെയും അതുപോലെ തന്നെ സബ് നമ്പറിൻ്റെയും ഇടയിലൊരു ബാർ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ ഒരു ബാർ കൊടുത്തു, അതുകൊണ്ടാണ് അത് വരാതിരുന്നത്. ആ ബാർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സെർച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് വന്നു, നമ്മളുടെ വീടിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയും. ഓണർ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഡിക്ലറേഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. എന്താ പറയുക, ഒരു കണ്ണിൻ്റെ ചിഹ്നം കാണുന്നില്ലേ, അതെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാരണം നമുക്കിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു കെ സ്മാർട്ടിൻ്റെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഓരോ സ്റ്റെപ്പും നിങ്ങളെ കാണിച്ചു തരാണ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോയിക്കോളും. കാരണം വളരെ സിമ്പിളാണ്. ഓരോ കാര്യങ്ങളും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ആൻസറായിട്ട് നമ്മൾ കറക്റ്റ് ആൻസർ കൊടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സക്സസ്ഫുള്ളാവും. പിന്നെ ഇനി പബ്ലിക് വർക്ക്സ്, നമുക്ക് ഈ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഇപ്പോൾ ടാക്സ് അടക്കാനൊക്കെ വളരെ എളുപ്പം. കാരണം ബിൽഡിംഗ് സെസ്സൊക്കെ നമുക്കിതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുള്ളത് വലിയൊരു ഗുണമാണ്. ഇനി നമുക്ക് ഒന്നിനും എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് ID പാസ്വേഡ് യൂസ് ചെയ്തിട്ടാണല്ലേ. അപ്പോൾ ഈ ID പാസ്വേഡ് ആർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിലും അവർക്കത് യൂസ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ OTP സിസ്റ്റമാണ്. അപ്പോൾ നമ്മളുടെ മൊബൈലിലേക്ക് OTP വരാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഞാൻ എടുത്തു നോക്കിയത് പ്രോപ്പർട്ടി ടാക്സ് എടുക്കുക. പ്രോപ്പർട്ടി ടാക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേ ചെയ്യാൻ കഴിയും. എനിക്കെന്തോ പ്രോപ്പർട്ടി ടാക്സ് ഇനേബിൾ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് തന്നെ അത് പേയ്മെൻറ്റ് നടത്തി ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് പിന്നീട് കാണിക്കാം. ഇപ്പം ഞാൻ ചെയ്തത് ജസ്റ്റ് ഒരു സിറ്റിസൺ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തന്നത്. തുറന്നു കഴിഞ്ഞപ്പോൾ ഉള്ള കുറച്ച് ഇൻ്റർഫേസൊക്കെ നിങ്ങളെ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് സ്വന്തമായി തന്നെ ആരുടെയും സഹായം ഇല്ലാതെ നമുക്കൊരു സിറ്റിസൺ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ വേണ്ടത് ആധാറാണ്. ആണെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ നമ്പറിലേക്കാണ് ഇതിൽ OTP വരിക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ആ ഫോൺ നമ്പറുള്ള ഫോൺ വേണം. എന്നിട്ട് വേണം നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ, രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡ്, 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അതർ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡോക്യുമെന്റ്സ് പലതും പറയുന്നുണ്ട്. ആധാർ, പാൻ കാർഡ്, പാസ്പോർട്ട്, ഇലക്ഷൻ ID കാർഡ്, ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഡോക്യുമെന്റ് ഏതാണ്, ആധാർ ആണെങ്കിൽ അതിന്റെ നമ്പർ, പാൻ കാർഡ് ആണെങ്കിൽ അതിലെ നമ്പർ, പാസ്പോർട്ട്, ഇലക്ഷൻ ID ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള നമ്പർ കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഇവിടെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അത് അപ്ലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കാം, ഇമെയിൽ ID കൊടുക്കാം, പിന്നെ OTP വരും. നമ്മുടെ ഈ ഒരു ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞു രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കണം. ആ ഫോൺ നമ്പറിലേക്കാണ് OTP വരിക.
അങ്ങനെ OTP വന്നു കഴിഞ്ഞാൽ പിന്നീട് രജിസ്റ്റർ, ഇപ്പൊ ഇമെയിലിലേക്ക് OTP വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കൊടുക്കാം, ഫോൺ നമ്പറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, എന്നിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇതാണ് അതർ മെത്തേഡ്. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഇതിൽ മെയിൻ ആയിട്ട് കാണിച്ചു തരുന്നത്. അത് വളരെ സിമ്പിൾ ആണ്. അതിലിപ്പോ ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കാം, മലയാളം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ML എന്നുണ്ട്, ML കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് കൊടുക്കുക, ഇംഗ്ലീഷ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ വളരെ സിമ്പിൾ ആയ രീതിയിൽ ഒരു ആധാർ നമ്പർ ലിങ്ക് ചെയ്ത്, ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഫോൺ നമ്പറും കയ്യിൽ വെക്കുക. ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം OTP വരും ഫോൺ നമ്പറിലേക്ക്. ആ OTP വെച്ചിട്ട് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇതിൽ കാണിച്ചു തന്നു എല്ലാ കാര്യങ്ങളും അല്ലെ, ഡെത്ത്, ബർത്ത്, അതുപോലെ തന്നെ ടാക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാം. ഒരു 10 കാര്യങ്ങൾ നമുക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാൻ ഈ K-സ്മാർട്ട് വഴി നമുക്ക് പറ്റും. നമുക്ക് എവിടെയും പോവാതെ നമ്മളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് അതിൽ നിന്ന് നമ്മളുടെ എല്ലാ രേഖകളും, അതുപോലെ തന്നെ നമ്മളുടെ ഫയല്, അതിൽ ഓരോന്നിനും ഓരോ ഫയല് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഓരോന്നിന്റെ സ്റ്റാറ്റസും നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. നമ്മളൊരു ഫയല് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി എന്ന് അറിയാൻ നമുക്ക് ഭയങ്കര ഒരു റിസ്കി ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം നമ്മൾ അവിടം വരെ പോയിട്ട് നമ്മൾ അറിയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മളുടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വലിയൊരു ചേഞ്ച് ആണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളുടെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ സ്റ്റാറ്റസും നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ ഇനി ഞാൻ K-സ്മാർട്ടിന്റെ ഓരോ അപ്ഡേഷൻസും നിങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ വീഡിയോ ആയിട്ട് വരാം. ഇപ്പൊ ഇന്ന് ഈ ഒരു സിറ്റിസൺ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമുക്ക് K-സ്മാർട്ടിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അതിലൂടെ എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അതിലൂടെ രജിസ്റ്റർ ചെയ്യുന്നതും, അത് എന്ത് ഇപ്പോ ഈ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ചിലപ്പോ സാങ്കേതികമായ കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് വരാം. അതുകൊണ്ട് തന്നെ അയാളുടെ കാര്യങ്ങൾ ഇപ്പൊ നികുതി അടക്കുന്നതായെങ്കിലും ശരി, ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ശരി, മറ്റൊരാളാണ് ചെയ്യുന്നത് എങ്കിൽ ഈ ആള് മുഖാന്തരം, ഈ ഓണർ ആരാണോ ആ ആൾ മുഖാന്തരമായിരിക്കും അതിന്റെ കാര്യങ്ങൾ പോവുക. കാരണം അയാളുടെ ഫോൺ നമ്പറിലേക്ക് അത് ലോഗിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് OTP വരും. ആ OTP അടിച്ചു കൊടുത്താൽ മാത്രമാണ് അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരേക്കും ഇറ്റ്സ് മീ അനീഷ കല്ലറക്കൽ.